ഹലോ എവ്രി വൺ, ഹായ്, എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് ട്രാവൽ വിത്ത് അസിൻ്റെ ആദ്യത്തെ ട്രാവൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ കൃഷ്ണദാസ്, ഇതെൻ്റെ വൈഫ് ഭാഗ്യ, ഇത് ഋത്തുക്കുട്ടി. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഞങ്ങളുടെ ആദ്യ ട്രിപ്പ് തായ്ലൻഡിലേക്കാണ്. 4 ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പാക്കേജ് ഇല്ലാതെ തായ്ലാൻഡ് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഗൈഡായിരിക്കും ഈ വീഡിയോ. അപ്പോൾ വീഡിയോസ് മിസ്സാവാതിരിക്കാൻ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. എയർ ഏഷ്യയുടെ ഫ്ലൈറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. രാത്രി 11:10 കൊച്ചിയിൽ നിന്നെടുത്ത് രാവിലെ 3:15 ബാങ്കോക്ക് DMK എയർപോർട്ടിലെത്തും. ഫ്ലൈറ്റ് ഓൺ ടൈം ആയിരുന്നു. ഞങ്ങൾ കയറി കുറച്ച് കഴിഞ്ഞതും ഋത്തുക്കുട്ടി നല്ല ഉറക്കമായി. രാവിലെ 3 മണിയായപ്പോഴേക്കും ഞങ്ങൾ ബാങ്കോക്ക് എത്തി. തായ്ലൻഡ് ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആണെങ്കിലും 2025 മെയ് 1 മുതൽ എല്ലാവരും തായ്ലൻഡ് ഡിജിറ്റൽ അറൈവൽ കാർഡ് സബ്മിറ്റ് ചെയ്യണം. ആരെങ്കിലും അത് ചെയ്യാൻ മറന്നാൽ ഇമിഗ്രേഷന് തൊട്ട് മുൻപ് TDIC സബ്മിറ്റ് ചെയ്യാനുള്ള കൗണ്ടേഴ്സും കാണാം. ഇമിഗ്രേഷന് നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഋത്തുക്കുട്ടിക്ക് 2 വയസ്സിൽ താഴെ ആയതുകൊണ്ട് പ്രയോറിറ്റി ക്യൂവിൽ കയറി എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. അടുത്ത ലക്ഷ്യം പട്ടായ എത്തുക എന്നതാണ്. ലഗേജ് എല്ലാം എടുത്ത് നേരെ പോയത് ഗേറ്റ് നമ്പർ 2 മുൻപുള്ള ഈ കൗണ്ടറിലാണ്. DMK എയർപോർട്ടിൽ നിന്ന് പട്ടായയ്ക്ക് ഡയറക്റ്റ് ബസ് ബുക്ക് ചെയ്യാനുള്ള കൗണ്ടറാണിത്. ഒരാൾക്ക് 155 തായ് ബാത്ത്, ഏകദേശം 410 ഇന്ത്യൻ രൂപയാണ് റേറ്റ്. ഈ അടുത്താണ് പട്ടായയ്ക്കുള്ള ഈ ബസ് സർവീസ് തുടങ്ങിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 6:30 ബസ് ടൈം. ടിക്കറ്റും മേടിച്ച് നേരെ എക്സിറ്റ് ഗേറ്റിൻ്റെ അടുത്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു. 6:15 പ്ലാറ്റ്ഫോം നമ്പർ 5 ബസ് വന്നു. ലഗേജ് എല്ലാം കയറ്റി ഞങ്ങളും ബസ്സിൽ കയറി. ഈ ബസ്സിൽ ടോയ്ലറ്റ് സൗകര്യവുമുണ്ട്. എല്ലാവർക്കും ഓരോ വാട്ടർ ബോട്ടിലും കിട്ടും. ടോയ്ലറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള സീറ്റാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ദുർഗന്ധമുണ്ടായിരുന്നു. പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് എങ്ങനെയൊക്കെയോ 2.5 മണിക്കൂർ തള്ളി നീക്കി. ഋത്തുക്കുട്ടി അപ്പോഴും നല്ല ഉറക്കമായിരുന്നു. 9 മണിക്ക് പട്ടായയിലെത്തി. അവിടെ നിന്ന് അവിടുത്തെ ഷെയർ ഓട്ടോ ആയ ടുക് ടുക്കിൽ കയറി നേരെ ഹോട്ടലിലേക്ക്. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടൽ. പട്ടായയിൽ ഞങ്ങൾ 1.5 ദിവസം മാത്രം സ്പെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബജറ്റ് ഫ്രണ്ട്ലി റൂമാണ് ബുക്ക് ചെയ്തത്. ചെക്ക് ഇൻ ടൈം 2 മണിയാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ നേരത്തെ എത്തിയതിനാൽ 400 തായ് ബാത്ത് എക്സ്ട്രാ കൊടുത്താൽ ഇപ്പോൾ തന്നെ ചെക്ക് ഇൻ ചെയ്യാമെന്ന് റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. വേറെ വഴിയില്ലാത്തതുകൊണ്ടും കളയാൻ സമയമില്ലാത്തതുകൊണ്ടും പൈസ അടച്ച് നേരെ റൂമിലേക്ക് പോയി. അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു റൂമായിരുന്നു. TV, ചെയേഴ്സ്, കിങ് സൈസ് ബെഡ്, ഫ്രിഡ്ജ്, AC, ബാൽക്കണി ഇതെല്ലാം ഉള്ള ഈ റൂമിന് 1700 രൂപയാണ് ഒരു ദിവസത്തെ ചാർജ്. ബാത്റൂമും വൃത്തിയുള്ളതായിരുന്നു. വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വയ്ക്കാനുള്ള ഒരു ലോക്കറും കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബാൽക്കണിയാണ് ഉള്ളത്. ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളും ഇവിടെ നിന്നാൽ കാണാം. പിന്നെ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പോയത് നൂങ്നൂച്ച് ട്രോപ്പിക്കൽ ഗാർഡനിലേക്കാണ്. ഇവിടുത്തെ ടാക്സി സർവീസായ ഗ്രാബ് ആപ്പ് ഉപയോഗിച്ചാണ് ടാക്സി ബുക്ക് ചെയ്തത്. പട്ടായയിലെ ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻസിലെ ഒന്നാണ് നൂങ്നൂച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ. ഇതിൻ്റെ വിസ്തീർണം ഏകദേശം 600 ഏക്കറോളം വരും. ഇവിടെ സന്ദർശിക്കാൻ എൻട്രി ടിക്കറ്റ് എടുക്കണം. ക്ലൂക്ക് വഴി നിങ്ങൾക്ക് ഓൺലൈൻ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. എൻട്രി ടിക്കറ്റ് പ്ലസ് സൈറ്റ് സീയിങ് ബസ്സാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഒരാൾക്ക് 1128 ഇന്ത്യൻ രൂപ. 90 സെൻറ്റിമീറ്ററിൽ താഴെ ഉയരമുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രി ആണ്. You already have the tickets, then you will have to buy the show ticket inside. ഇവിടെ പ്രധാനമായും 2 ഷോസ് നടക്കാറുണ്ട്. തായ് കൾച്ചറൽ ഷോ, പിന്നെ എലിഫൻറ്റ് ഷോ. സ്ക്രീനിൽ കാണുന്നതാണ് ഷോ ടൈമിങ്സ്. ഇതിന് പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. 500 തായ് ബാത്താണ് ഷോ കാണാനുള്ള ടിക്കറ്റ് റേറ്റ്. 2 ഷോയ്ക്കും കൂടി 1 ടിക്കറ്റാണ്.
ഞങ്ങൾ നേരെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ഓൺലൈൻ എൻട്രി ടിക്കറ്റ് കാണിച്ചു. അവർ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് തന്നു. ഈ ടിക്കറ്റ് സ്കാൻ ചെയ്ത് വേണം ഉള്ളിൽ കയറാൻ. ഞങ്ങൾ എലിഫൻ്റ് ഷോ കാണാൻ ധൃതിയിൽ ഉള്ളിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ നിറയെ കള്ളിമുൾ ചെടികൾ ഭംഗിയായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് കാണാം. കുറച്ചു മാറി ആനകളെയും കാണാം. 100 ബാത്ത് കൊടുത്താൽ അവിടെ നിന്ന് പഴം വാങ്ങി ആനയ്ക്ക് കൊടുക്കാൻ സാധിക്കും. ഋത്തുക്കുട്ടി ആനയെ കണ്ടതും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഫുൾ ഓൺ എനർജിയായി. ഇതാണ് ഷോ കാണാനുള്ള എൻട്രൻസ്. ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ടത് കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. അതുവഴി നടന്ന് പുറത്തെത്തിയപ്പോൾ ടിക്കറ്റ് കൗണ്ടർ കണ്ടു. ഷോയ്ക്കുള്ള സമയമായതുകൊണ്ട് ഓടിപ്പോയി 2 ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് നടന്നു. ഷോ തുടങ്ങിയിട്ടില്ല. 1000-ൽ കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാവുന്ന ഒരു വലിയ തിയേറ്ററാണിത്. വൈകാതെ തന്നെ ഷോ തുടങ്ങി. തായ്ലൻഡിൻ്റെ തനത് നൃത്തങ്ങൾ നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിയുന്നതാണ്. 30 മിനിറ്റ് നമുക്ക് പലതരത്തിലുള്ള ഡാൻസും അവരുടെ മാർഷ്യൽ ആർട്സും വാൾപ്പയറ്റും എല്ലാം കാണാൻ സാധിക്കും. അടുത്തത് എലിഫൻ്റ് ഷോയാണ്. ആരെയും അമ്പരിപ്പിക്കും വിധമാണ് അവർ ആനകളെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ആനകളെ കൊണ്ട് പലതരം അഭ്യാസങ്ങളാണ് അവർ ചെയ്യിക്കുന്നത്. ആനകളെ കൊണ്ട് ബലൂൺ പൊട്ടിക്കാനാണ് ശ്രമിച്ചത്, പക്ഷെ കൊണ്ടില്ല. ആനകളെ കൊണ്ട് പടം വരപ്പിക്കുകയാണ്. ആന വരച്ച പടങ്ങൾ അവർ അവിടെ തന്നെ ലേലത്തിൽ വിൽക്കുന്നതും കാണാൻ സാധിക്കും. ആനയെ കൊണ്ട് ബാസ്കറ്റ് ബോൾ, ഫുട്ബോൾ അങ്ങനെ കാണികളെ രസിപ്പിക്കുന്ന കുറേ അഭ്യാസങ്ങളാണ് എലിഫൻ്റ് ഷോയിലുള്ളത്. Thank you so much. Okay. എലിഫൻ്റ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് തന്നെ ഒരു ജ്യൂസ് ഷോപ്പ് കണ്ടു. മാംഗോ സ്മൂത്തിയാണ് മെയിൻ ഐറ്റം. ഒരു മാംഗോ സ്മൂത്തി ഞാനും ഓർഡർ ചെയ്തു. ജ്യൂസും കുടിച്ച് സൈറ്റ് സീയിങ് ബസ്സിൽ കയറി. ഇനി അവർ ഗാർഡൻ മുഴുവൻ ഓടിച്ച് നമുക്ക് കാഴ്ചകൾ കാണിച്ചു തരും. ഈ ബസ് പല സ്ഥലങ്ങളിൽ നിർത്തും. അവിടെ ഇറങ്ങി കുറച്ച് സ്ഥലങ്ങൾ നമ്മൾക്ക് നടന്ന് കാണാൻ കഴിയും. ഫസ്റ്റ് സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങി നടന്നു.
ബ്രൊമെലിയാഡ് ഷോ ഹൗസ് ആണിത്. ബ്രൊമെലിയാഡുകൾ എന്നത് പ്രത്യേകതരം ചെടികളാണ്. സാധാരണയായി ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ കണ്ടുവരുന്നവയാണ് ഈ ചെടികൾ. ഇവ വീട്ടിൽ അലങ്കാരങ്ങൾക്കായും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ മൺചട്ടികൾ കൊണ്ട് ഭംഗിയായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. എല്ലായിടങ്ങളിലും പലതരം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും കാണാം. എല്ലാ ചെടികളും വളരെ ഭംഗിയായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ശേഷം വീണ്ടും ബസ്സിൽ കയറി അടുത്ത സ്റ്റോപ്പിലേക്ക്. വഴിനീളെ പലതരം ബോൺസായി ചെടികൾ കാണാം. ബുദ്ധന്റെ പല ഭാവങ്ങളിലുള്ള പ്രതിമകളാണിവ. ഇത് അഡീനിയം നഴ്സറിയാണ്. ഇവിടെ 1500-ലധികം തരം അഡീനിയം ചെടികൾ കൃഷി ചെയ്യുന്നു. ഈ ചെടിയുടെ പ്രത്യേകത ഇവയുടെ വേരുകളാണ്. മണ്ണിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന വേരുകൾ ഈ ചെടിയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഇത് കാക്ടസ് ഹൗസ് ആണ്. ബോൾ പോലെ കാണുന്നവയുടെ പേരാണ് ബാരൽ കാക്ടസ്. അടുത്തത് ഞങ്ങൾ എത്തിയത് ദിനോസർ വാലിയിലാണ്. ജീവനുള്ളതുപോലെ തോന്നിപ്പിക്കുന്ന ആയിരക്കണക്കിന് ദിനോസർ ശില്പങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ഇവ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വലുപ്പത്തിൽ തന്നെയാണ് ശില്പങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഓർഡർ ചെയ്തു. റൈസാണ് ഇവിടുത്തെ പ്രധാന ഭക്ഷണം. ക്രിസ്പി പോർക്ക് വിത്ത് റൈസ്, തായ് സ്ട്രീറ്റ് ഫുഡ് റൈസ്, പിന്നെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും കഴിച്ചു. ഈ മതിലിൽ എഴുതിയിരിക്കുന്നത് പെയിൻറ് കൊണ്ടല്ല, പകരം പല നിറത്തിലുള്ള കല്ലുകൾ നിരത്തി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ എവിടെ നോക്കിയാലും എല്ലാം ഭംഗിയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ നിന്നിറങ്ങി അടുത്ത സ്ഥലം ആർട്ട് ഇൻ പാരഡൈസ് ആണ്. ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് തിരിച്ചു. നല്ല മഴക്കാറും വെച്ചിട്ടുണ്ട്. ആർട്ട് ഇൻ പാരഡൈസ് ഒരു 3D ഇല്യൂഷൻ ആർട്ട് മ്യൂസിയമാണ്. പട്ടായയിലെ ഒരു ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ആർട്ട് ഇൻ പാരഡൈസ്. ഒരാൾക്ക് 570 രൂപയാണ് എൻട്രി ഫീസ്. കൈകൊണ്ട് വരച്ച 100-ലധികം 3D പെയിൻറ്റിങ്സ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ടിക്കറ്റ് കാണിച്ച് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയ ഉടനെ തന്നെ ചെരുപ്പും ഷൂസും ഊരി കൗണ്ടറിൽ കൊടുക്കണം. മ്യൂസിയം കണ്ടു കഴിഞ്ഞ് തിരികെ കളക്ട് ചെയ്യാം. ഇവിടുത്തെ പ്രത്യേകത, ഇവരുടെ ഒരു ആപ്ലിക്കേഷൻ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ്റെ ക്യാമറ ഉപയോഗിച്ച് പെയിൻറ്റിങ്സിൻ്റെ ആനിമേഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ താങ്ക് യു. അവർ പറഞ്ഞ പോലെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കയറുവാണ്. എൻട്രൻസ് ഡോട്ട്സ് ഇല്യൂഷൻ. ശരിയാ, മൊത്തം ഡോട്ട്സ് ആണ്. ലൈൻസ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ശരിയല്ല, അടുത്ത് വരുമ്പോഴാണ് മനസ്സിലാവണ ലൈനാണ്. ദൂരെ നോക്ക് കറക്റ്റ്. അങ്ങനെ കുറേ ഇല്യൂഷൻസ് അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. പെയിൻറ്റിങ്സിൻ്റെ ചില ആംഗിളിൽ നിന്നാൽ നമുക്ക് 3D ആയിട്ട് ഫോട്ടോ എടുക്കാൻ കഴിയും. ഇതാണ് അവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ. ഇതിൽ പെയിൻറ്റിങ്സിൻ്റെ ആനിമേഷൻ കാണാം.
ഋത്തുക്കുട്ടി ഉറക്കമായതുകൊണ്ട് കൂടുതൽ പിക്സ് ഒന്നും എടുക്കാൻ നിന്നില്ല. എല്ലാ പെയിൻറ്റിങ്സും നടന്നു കണ്ടു. ഇതെല്ലാം കൈകൊണ്ട് വരച്ച പെയിൻറ്റിങ്സ് തന്നെയാണോ എന്ന് അതിശയിപ്പിക്കും വിധമാണ് എല്ലാം വരച്ചു വച്ചിരിക്കുന്നത്. രണ്ട് നിലയിലായിട്ടാണ് മ്യൂസിയം ഉള്ളത്. മ്യൂസിയം മുഴുവൻ 1 ഇഞ്ച് വിടാതെ പെയിൻറ്റിങ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. എല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു അമ്പലം ശ്രദ്ധയിൽപ്പെട്ടത്. എന്താണെന്നറിയാൻ അടുത്തേക്ക് ചെന്ന് നോക്കി. ഗണപതിയുടെ അമ്പലമാണത്. ഈ മുൻപിൽ കാണുന്നതാണ് രാഹു. രാഹു സൂര്യനെയോ ചന്ദ്രനെയോ വിഴുങ്ങുന്ന പ്രതിമയാണിത്. അതിൻ്റെ തൊട്ടടുത്ത് കണ്ടതാണ് ഈ സ്ട്രീറ്റ്. ചെന്ന് നോക്കിയപ്പോഴാണ് അതൊരു ഫുഡ് സ്ട്രീറ്റ് ആണെന്ന് മനസ്സിലായത്. കടകൾ തുറക്കാനുള്ള സമയമായിട്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇനി പോകുന്നത് പട്ടായ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയാണ്. ഗ്രാബ് ടാക്സിയിൽ കയറി. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പട്ടായ ഹില്ലിന് മുകളിലാണ് പട്ടായ വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് പട്ടായ വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്നാൽ പട്ടായ ബീച്ചും സിറ്റിയും ഒന്നിക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും. ഇപ്പോൾ മഴയായതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ മനോഹരമായ സൺസെറ്റും ഇവിടെ നിന്ന് കാണാൻ കഴിയുമായിരുന്നു. വ്യൂ പോയിൻ്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ കുറച്ച് നടന്നു. ഒരു പ്രതിമ കണ്ടു. അതിനു മുൻപിൽ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇത് തായ്ലൻഡിലെ ഒരു രാജകുമാരൻ്റേതാണ്. തായ് നേവിയുടെ പിതാവ് എന്നാണ് ഈ രാജകുമാരൻ അറിയപ്പെടുന്നത്. നേരം ഇരുട്ടി തുടങ്ങി. ഗ്രാബ് ബുക്ക് ചെയ്ത് നേരെ പോയത് വാട്ട് ഫ്രായായ് എന്ന ഒരു ബുദ്ധക്ഷേത്രത്തിലേക്കാണ്. ഇത് പട്ടായയിലെ പ്രശസ്തമായ ബുദ്ധക്ഷേത്രമാണ്. ബിഗ് ബുദ്ധ ടെമ്പിൾ എന്നും ഈ ക്ഷേത്രത്തിനെ പറയാറുണ്ട്. പടികളുടെ ഇരുവശങ്ങളിലും 7 തലയുള്ള നാഗങ്ങളെയും കാണാം. പ്രതുഗ്നാക് മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും വൈകിയതുകൊണ്ടാകണം അവിടെ അധികം ആരെയും കാണാൻ കഴിഞ്ഞില്ല. കടകളും പൂട്ടിക്കിടക്കുകയായിരുന്നു. ഈ വലിയ ബുദ്ധൻ്റെ പ്രതിമയ്ക്ക് ചുറ്റും 40ഓളം ബുദ്ധൻ്റെ വിവിധ ഭാവത്തിലുള്ള പ്രതിമകളും കാണാം. നല്ല ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ. കുറച്ചുനേരം ഇരിക്കണമെന്നുണ്ടായിരുന്നു. മഴ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ഉടനെ അടുത്ത ടാക്സി വിളിച്ചു. അടുത്തത് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. വാക്കിംഗ് സ്ട്രീറ്റിന് കുറച്ചു മുന്നേയായി ടാക്സി നിർത്തി. ഞങ്ങൾ ഇറങ്ങി നടന്നു. ഇവിടെ എവിടെ നോക്കിയാലും മസാജ് പാർലറുകളാണ് കാണാൻ കഴിയുന്നത്. റോഡ് ക്രോസ് ചെയ്ത് വാക്കിംഗ് സ്ട്രീറ്റിലെത്തി. നമ്മുടെ നാട്ടിൽ ഇല്ലീഗലായ പല കാര്യങ്ങളും ഇവിടെ ലീഗലാണ്. പട്ടായയിലെ ഫേമസ് നൈറ്റ് ലൈഫ് ഡെസ്റ്റിനേഷനാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റ്. 1 കിലോമീറ്ററോളം നീളമാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റിനുള്ളത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ബാറുകളും ക്ലബ്ബുകളും തീം റെസ്റ്റോറൻറ്റുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. രാത്രി 7 മണിക്ക് ശേഷമാണ് ഇവിടെ ആളുകൾ സജീവമാകുന്നത്. എവിടെ നോക്കിയാലും പാട്ടും നിയോൺ ലൈറ്റുകളുമാണ് കാണാൻ കഴിയുന്നത്. അപ്പോഴാണ് ഒരു തുർക്കിഷ് ഐസ്ക്രീം വിൽക്കുന്ന കട കണ്ടത്. ഐസ്ക്രീം കണ്ടതും ഋത്തുക്കുട്ടി ചാടി വീണു. എന്നാൽ ഒരെണ്ണം വാങ്ങാമെന്ന് കരുതി. ഐസ്ക്രീം കയ്യിൽ കിട്ടാത്തതിൻ്റെ ദേഷ്യം ഋത്തുക്കുട്ടിയുടെ മുഖത്ത് കാണാം. 1 മിനിറ്റോളം കളിപ്പിച്ച് ഐസ്ക്രീം കയ്യിൽ കിട്ടി. ഐസ്ക്രീമും കഴിച്ച് നടന്നപ്പോഴാണ് ഒരാൾക്കൂട്ടം കണ്ടത്. ചെന്ന് നോക്കിയപ്പോഴാണ് മൂങ്ങയോടൊപ്പം ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ്. 100 തായ്പാത്ത് കൊടുത്താൽ മൂങ്ങയെ കയ്യിൽ പിടിച്ച് ഫോട്ടോ എടുക്കാം. അതിൻ്റെ തൊട്ടടുത്ത് പാമ്പുമുണ്ട് ഫോട്ടോ എടുക്കാൻ. ഇതെല്ലാം കൗതുകത്തോടെ കണ്ടുകൊണ്ട് ഞങ്ങൾ നടന്നു.
ആരോ റോഡിൽ മാജിക് പെർഫോം ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം അതും നോക്കി നിന്നു. അവിടെ നിന്നും പോയത് പട്ടായയിലെ ഒരു ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. റൺവേ ഫുഡ് സ്ട്രീറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ചെന്നിറങ്ങിയതും വഴിയിൽ ധാരാളം ഫ്രൂട്ട്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് മുൻപിലേക്ക് പോയപ്പോഴാണ് കുറേ മുതലകളുടെ തല ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ മുതലയെ ഗ്രിൽ ചെയ്യുകയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. 200 തായ്ബാത്താണ് സ്മോൾ പ്ലേറ്റിൻ്റെ വില. അത് ഒരെണ്ണം ഓർഡർ ചെയ്തു. നാട്ടിൽ വെച്ച് വീഡിയോകളിൽ ഇത് കാണുമ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മുതലിറച്ചി ടേസ്റ്റ് ചെയ്യണമെന്ന്. നമ്മുടെ നാട്ടിൽ മുതലിറച്ചി നിരോധിച്ചിട്ടുള്ളത് കൊണ്ട് ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല. ഗ്രിൽ ചെയ്ത മീറ്റ് അളന്നു മുറിച്ച് പ്ലേറ്റിലാക്കി. കൂടെ 2 സോസും. ക്രോക്കഡൈൽ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഭയങ്കര ടെൻഡറാണ്. സോസ് ഒരു പോർക്കും ബീഫും മിക്സഡ് ആയിട്ടുള്ള സാധനം. നല്ല ടേസ്റ്റ് കേട്ടോ അവിടെ. നമ്മളെ പോർക്കിൻ്റെ ഫാറ്റില്ലേ, അതിൻ്റെ ഒരു ഇല്ലേ. ഇവിടെ വന്നാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ്. വേറെ എന്തൊക്കെയുണ്ട് എന്നറിയാൻ ഞങ്ങൾ നടന്നു. അപ്പോഴാണ് പാൻ കേക്ക് ഉണ്ടാക്കുന്ന ഒരു കട കണ്ടത്. ന്യൂട്ടെല്ല ബനാന 1. ഒരു ന്യൂട്ടെല്ല ബനാന പാൻ കേക്ക് ഓർഡർ ചെയ്തു. ദോശക്ക് മുകളിൽ ബട്ടറും ന്യൂട്ടെല്ലയും പുരട്ടി. അതിനു മുകളിൽ പഴം കട്ട് ചെയ്ത് നിരത്തി ചോക്ലേറ്റ് സിറപ്പും ഒഴിച്ച് മടക്കി തന്നു. താങ്ക് യു. പാൻ കേക്ക് കഴിച്ചതും ഋത്തുക്കുട്ടിക്ക് ഇഷ്ടമായി കേട്ടോ. ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഇവിടെ പലതരം മീറ്റ് മാരിനേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ആവശ്യം പോലെ ഗ്രിൽ ചെയ്ത് മേടിക്കാം. പോർക്കും ചിക്കനുമാണ് മെയിൻ. ഇത് ഡീകമ്മീഷൻ ചെയ്ത ഒരു ബോയിങ് 747 എയ്റോപ്ലെയിൻ ആണ്. ടൂറിസ്റ്റുകളെ കൂടുതൽ ആകർഷിക്കാനാണ് ഇത് ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. തായ്ലൻഡിലെ കരിക്കിന് നല്ല ടേസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരെണ്ണം വാങ്ങി കുടിച്ചു നോക്കി. നാട്ടിലെ കരിക്കിനേക്കാൾ മധുരമുണ്ട്. സീ ഫുഡ്സും ഇവിടെ അവൈലബിൾ ആണ്. കക്ക കണ്ടപ്പോൾ ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തു. കക്ക സോസും കൂട്ടി കഴിച്ചു. ഇവരുടെ സോസിനൊരു പ്രത്യേക രുചിയാണ്.
ഇത് മുക്കി തിന്നാൽ ഏതിറച്ചിക്കും സ്വാദ് കൂടും. തായ്ലൻഡിൽ പോയാൽ പിന്നെ കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റമാണ് മാംഗോ സ്റ്റിക്കി റൈസ്. 90 തായ് ബാത്താണ് ഇവിടുത്തെ വില. ഒരെണ്ണം ഓർഡർ ചെയ്തു. ഇവരുടെ റൈസിൻ്റെ പ്രത്യേകത എന്തെന്നാൽ പശപ്പുള്ള റൈസാണിത്. റൈസിന് മുകളിൽ കോക്കനട്ട് മിൽക്കും കൂടെ മധുരമുള്ള മാങ്ങയും. ഇതെല്ലാം കൂട്ടിക്കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അങ്ങനെ മാംഗോ സ്റ്റിക്കി റൈസും കഴിച്ച് ടാക്സി പിടിച്ച് നേരെ റൂമിലേക്ക് പോയി. തായ്ലൻഡിലെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമൻസിൽ അറിയിക്കുക. തായ്ലൻഡിലെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.